കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. എല്ലാവിധ സൗകര്യങ്ങളും നൽകി തന്നെ കുട്ടിയെ വളർത്തുമെന്ന് CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ്. മാതാപിതാക്കൾ തിരിച്ചു വന്നാൽ പോലും അവർ കുട്ടിയെ നോക്കാൻ പ്രാപ്തരാണോ എന്ന് വിശദമായി പഠിച്ചതിന് ശേഷം കുട്ടിയെ കൈമാറുള്ളൂ എന്നും CWC ചെയർമാൻ പറഞ്ഞു. എബാൻഡൻഡ് ചൈൽഡാണ്. എബാൻഡൻഡ് ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഇത് ബാലനീതി നിയമപ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ CWC അതിന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, എറണാകുളം ജില്ലയിൽ നമുക്ക് 49 സ്ഥാപനങ്ങളുണ്ട്, ഏതെങ്കിലും സ്ഥാപനത്തിൽ അതിനെ ഇന്ന് തന്നെ ഷെൽട്ടർ ചെയ്യുന്നതാണ്. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം CWC ഏറ്റെടുക്കുന്നു. പേരൻസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പേരൻസ് തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് പേരൻസിനെ ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. ഇനി അവർ വന്നാൽ പോലും അവർ കപ്പാസിറ്റഡ് ആണോ, കാരണം അവർ ഉപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് വെദർ ദേ ആർ കപ്പാസിറ്റേറ്റഡ്, കുട്ടിയെ നോക്കാൻ കേപ്പബിൾ ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ CWC തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കേരളം ഏറ്റവും ഒടുവിൽ നിധിമോളെ ഏറ്റെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കൾ ഇനി തിരിച്ചു വന്നാൽ പോലും അവർ ഈ കുട്ടിയെ നോക്കാൻ എത്രത്തോളം പ്രാപ്തരാണ് എന്നതടക്കം വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും കുട്ടിയെ കൈമാറൂ എന്നുള്ളതടക്കമുള്ള കാര്യമാണ് CWC ചെയർമാൻ പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ വൃന്ദ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 41 ശിശുക്ഷേമ സമിതി ഓഫീസുകളാണുള്ളത്. ഇതിൽ ഒരിടത്ത് കുട്ടി സുരക്ഷിതമാണ്. ഏത് സ്ഥലത്തേക്കാണ് എറണാകുളം ജില്ലയിലെ ഈ 41 സെന്ററുകളിലെ ഏത് സ്ഥലത്തേക്കാണ് കുട്ടിയെ കൊണ്ടുപോയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും എറണാകുളം ജില്ലയിലെ ശിശുക്ഷേമ സമിതി ഓഫീസിൽ തന്നെയാണ് നിധിമോൾ ഇനി തൊട്ട് വളരുക എന്ന് വേണം പറയാൻ. കാരണം ഈ CWC ചെയർമാൻ വിൻസെന്റ് ജോസഫിന്റെ വാക്കുകൾ ഇപ്പോഴും വളരെ വ്യക്തമാണ്. മാതാപിതാക്കൾ കുട്ടിയെ നോക്കാൻ പ്രാപ്തരാണെങ്കിൽ മാത്രമേ കുട്ടിയെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം കേരളത്തിൽ തന്നെ നിധി ഇനിയും വളരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ ആരോഗ്യം, അല്ലെങ്കിൽ ഈ മോശപ്പെട്ട നിലയിൽ നിന്നും ഈ കുട്ടി ആശുപത്രിയിലേക്ക് വരികയും പൂർണ്ണ നിലയിലേക്ക് ആരോഗ്യം തൃപ്തികരമായി ഇനി ആ കുട്ടി കേരളത്തിന്റെ സ്വന്തം നിധി എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നിധിയുടെ ആരോഗ്യം തൃപ്തികരമാണ്. നല്ല രീതിയിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഈ കുട്ടിയെ വളർത്തുമെന്ന് തന്നെയാണ് CWC ചെയർമാനും വ്യക്തമാക്കിയിരിക്കുന്നത്. വൃന്ദ. ശരി രേണുക.